എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. കൊച്ചി സെക്സ് റാക്കറ്റ് കേസിൽ പൊന്നാനി സ്വദേശിനി അറസ്റ്റിൽ. സ്ത്രീകളെ വിദേശത്തേക്ക് കടത്തി അബോധാവസ്ഥയിലാക്കി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്ന സംഘത്തിലെ പൊന്നാനി സ്വദേശിയായ മഞ്ജുമിയാണ് പിടിയിലായത്. നേരത്തെ ഗുരുവായൂർ സ്വദേശി ടോയ്സി സിന്ധു, മോഡലും തിരുവനന്തപുരം പോങ്ങുവിള സ്വദേശിയുമായ അലീന ഇബ്രഹാം എന്നിവരെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ഇതുവരെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ദുബായിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ ഒരു യുവതി കൂടി അറസ്റ്റിൽ. പൊന്നാനി സ്വദേശിയായ മഞ്ജുമയാണ് പിടിയിലായത്. കേസിൽ ഇതുവരെ 3 പേർ അറസ്റ്റിലായി. മനുഷ്യക്കടത്തിന് പിന്നിൽ രാജ്യാന്തര സെക്സ് റാക്കറ്റാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇടപാടുകാരിൽ കൂടുതലും സ്ത്രീകളാണെന്നും സൂചനയുണ്ട്. വലയിൽ അകപ്പെടുന്ന സ്ത്രീകളെ പൂർണ്ണമായും വിശ്വസിപ്പിച്ച് വിദേശത്തെത്തിച്ച ശേഷം ചതിക്കുഴികൾ തുറക്കുന്നതാണ് ഇവരുടെ തട്ടിപ്പ് ശൈലി. പ്രതികൾ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ദുബായിലെത്തുന്ന പെൺകുട്ടികളെ വിമാനത്താവളത്തിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് റാക്കറ്റിന്റെ നിയന്ത്രണത്തിലുള്ള അതീവ രഹസ്യ കേന്ദ്രങ്ങളിലേക്കാണ്. ഇവിടെ എത്തിക്കുന്നതോടെ പെൺകുട്ടികളുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണുകളും ഇവർ ബലമായി പിടിച്ചുവെക്കും. തുടർന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മാസങ്ങളോളം തടങ്കിലാക്കുകയാണ് പതിവ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ ക്രൂരമായ ശാരീരിക മർദ്ദനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യും. നിലവിൽ ഈ സംഘത്തിന്റെ കെണിയിലകപ്പെട്ട 3 പെൺകുട്ടികൾ പോലീസിൽ നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. പെൺകുട്ടികളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നതിനായി ഇവരുടെ ഭക്ഷണത്തിലും പാനീയങ്ങളിലും മാരകമായ രാസലഹരി മരുന്നുകൾ ബലമായി കലർത്തി നൽകും. ലഹരിയുടെ അമിത അളവ് മൂലം പെൺകുട്ടികൾ അബോധാവസ്ഥയിലാകുന്നതോടെ പ്രതികൾ തങ്ങളുടെ ആവശ്യക്കാർക്കായി ഇവരെ കാഴ്ചവെക്കും. ഇത്തരത്തിൽ അബോധാവസ്ഥയിലാകുന്ന പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങളും കിടപ്പറ ദൃശ്യങ്ങളും പ്രതികൾ മൊബൈൽ ഫോണുകളിൽ രഹസ്യമായി പകർത്തിവെക്കും. പിന്നീട് മൊബൈലിൽ പകർത്തിയ പീഡന ദൃശ്യങ്ങൾ കാട്ടി ക്രൂരമർദ്ദനവും ഭീഷണിയും തുടരും. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. നിലവിൽ മരട് പോലീസിന് 3 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. മോഡലിംഗ് ഷോയ്ക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായി യുവതി കൊണ്ടുപോയത് 4 ലക്ഷം രൂപ വാങ്ങിയാണ്. അവിടെ എത്തിയതോടെ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാകാൻ നിർബന്ധിച്ചു. നഗ്ന ദൃശ്യങ്ങൾ കുടുംബത്തിന് അയച്ചുകൊടുത്ത് ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലാണ് മനുഷ്യക്കടത്ത് നടന്നതെന്ന് യുവതി പറഞ്ഞു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.